അതായത് ജൂഡോയിലൂടെ ആദ്യം പഠിപ്പിക്കുന്നത് വീഴാനാണ്. ഒരു ആദ്യം ഞങ്ങളൊരു പ്രത്യേക രീതിയിലുള്ളൊരു ജൂഡോ മാറ്റ് ഉണ്ട്. ആ മാറ്റിൽ എങ്ങനെ വീഴാം എന്നാണ് പഠിപ്പിക്കുന്നത്. അതേപോലെ എങ്ങനെ വീഴാം, അതിനുശേഷം വീണ് കഴിഞ്ഞാൽ എങ്ങനെ എണിക്കാം എന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ബാക്കി എല്ലാ മാർഷ്യൽ ആർട്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആദ്യമായിട്ട് വീഴാൻ പഠിപ്പിക്കുന്ന ഒരു കായിക വിനോദമാണ് ജൂഡോ. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൽ 99 ജോലി ലഭിച്ചു. അങ്ങനെ ഞാൻ പെർമനൻറ്റ് കോച്ചായിട്ട് വർക്ക് ചെയ്തു. കേരളത്തിൻ്റെ നിരവധി പ്രദേശങ്ങളിൽ ഞാൻ വർക്ക് ചെയ്തു. അങ്ങനെ 2018 എന്നെ എറണാകുളം എനിക്ക് പ്രൊമോഷൻ കിട്ടുകയും ഡിസ്ട്രിക്ട് സ്പോർട്സ് ഓഫീസറായിട്ട് എറണാകുളത്ത് നിയമിതനാകുകയുണ്ടായി. അങ്ങനെ ജില്ലാ സ്പോർട്സ് ഓഫീസറുടെ ജോലി നിർവഹിക്കുന്നതിനിടയിൽ തന്നെ നിരവധി ദേശീയ മത്സരങ്ങളും അന്തർദേശീയ മത്സരങ്ങളും ഞാൻ പങ്കെടുക്കുകയുണ്ടായി. ഏകദേശം ഞാൻ 29 പരം രാജ്യാന്തര മത്സരങ്ങളിൽ റെഫറി ആയിട്ട് പങ്കെടുക്കുകയുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ അതിനിടയിൽ എനിക്ക് എറണാകുളം ജില്ലാ സെക്രട്ടറിയുടെ അഡീഷണൽ ചുമതലയും കൂടി 2 വർഷം തന്നു. അങ്ങനെ ഞാൻ 2022 ജൂലൈയിൽ ഞാൻ അടുത്ത പ്രൊമോഷനായിട്ട് തിരുവനന്തപുരത്ത് ഹെഡ് ക്വാർട്ടറിൽ പോവുകയും അവിടെ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ സ്റ്റേറ്റ് ടെക്നിക്കൽ ഓഫീസർ എന്ന പദവിയാണ് ഞാനിപ്പോൾ വഹിക്കുന്നത്. ഇപ്പോൾ 14 ജില്ലയുടെയും സ്പോർട്സിൻ്റെയും കോച്ചസിൻ്റെ DSOമാരുടെയും ചാർജാണ് എന്നിലുള്ളത്. ഈ ജൂഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്ന് ജൂഡോയിൽ കേരളത്തിൽ ഇതേ ലെവലിൽ എത്തിക്കാൻ വേണ്ടി കേരള ജൂഡോ അസോസിയേഷനും അതേപോലെ തന്നെ ഞാൻ കേരള ജൂഡോ അസോസിയേഷൻ്റെ ടെക്നിക്കൽ ചെയർമാൻ കൂടിയാണ്. കേരളത്തിൽ ജൂഡോ ഇതേ രീതിയിൽ എത്തിയത് ഞങ്ങളുടെ കൂട്ടായ ഒരു പ്രവർത്തന ഫലമായിട്ടാണ്. ഇന്ന് നമുക്ക് ജൂഡോയിലൂടെ ജോലി ലഭിക്കുക മാത്രമല്ല, സാധാരണ ഒരു സ്പോർട്സിന് ലഭിക്കുന്ന എല്ലാ പ്രാധാന്യവും ജൂഡോയ്ക്ക് ഉണ്ട്. കാരണം ഗ്രേസ് മാർക്ക്, സ്പോർട്സ് കോട്ട അഡ്മിഷൻ, PG അഡ്മിഷൻ തുടങ്ങിയ എല്ലാത്തിലും നമുക്ക് ജൂഡോ പരിശീലനം നേടുന്ന ഒരു വ്യക്തിക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് ലഭിക്കാവുന്നതാണ്. ജൂഡോ എന്ന് പറയുമ്പോൾ മാത്രമല്ല, ജൂഡോ എന്ന് പറഞ്ഞൊരു കായിക വിനോദം ഇത് 1964 മുതൽ ഒളിമ്പിക്സിലെ ഒരു കായിക ഇനമാണ്. അതായത് ഇതുവരെയായിട്ടും ഒളിമ്പിക്സിൽ നിന്നും മാറ്റപ്പെടാത്ത ഒരു കായിക വിനോദമാണ്. പല പല ഗെയിം ഇൻക്ലൂഡ് ചെയ്യുന്നു, പല പല ഗെയിം അത് കഴിയുമ്പോൾ കട്ട് ചെയ്യുന്നു. എന്നാൽ 1964 തുടങ്ങി ഈ തവണത്തെ ലാസ്റ്റ് ഫ്രാൻസ് പാരീസിലെ ഒളിമ്പിക്സിൽ വരെ ഇതൊരു മത്സര ഇനമാണ്. ജൂഡോ പരിശീലിക്കുമ്പോൾ നമുക്ക് ഈ ശാരീരിക ശക്തി മാത്രമല്ല, അതായത് ജീവിതത്തിലെ നമ്മുടെ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ചില വീഴ്ചകൾ, അതായത് ജൂഡോയിലൂടെ ആദ്യം പഠിപ്പിക്കുന്നത് വീഴാനാണ്. ആദ്യം ഞങ്ങളൊരു പ്രത്യേക രീതിയിലുള്ളൊരു ജൂഡോ മാറ്റ് ഉണ്ട്. ആ മാറ്റിൽ എങ്ങനെ വീഴാം എന്നാണ് പഠിപ്പിക്കുന്നത്. അതേപോലെ എങ്ങനെ വീഴാം, അതിനുശേഷം വീണ് കഴിഞ്ഞാൽ എങ്ങനെ എണിക്കാം എന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ബാക്കി എല്ലാ മാർഷ്യൽ ആർട്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആദ്യമായിട്ട് വീഴാൻ പഠിപ്പിക്കുന്ന ഒരു കായിക വിനോദമാണ് ജൂഡോ. അതുപോലെ തന്നെ അതും ജീവിതത്തിലും വളരെ നമ്മൾ സമൂഹ ജീവിതത്തിൽ വളരെ എങ്ങനെ സമൂഹത്തിൽ നമ്മൾ വീഴുന്നു, അതേപോലെ തന്നെ വീഴ്ചയിൽ നിന്ന് നമ്മൾ എങ്ങനെ എണിക്കുന്നു എന്നും ഇപ്പോഴത്തെ കാലത്ത് വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് ഈ കായിക പരിശീലനം നേടുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വീഴുമ്പോഴൊന്നും പതറുകയില്ല. അതുപോലെ കഴിഞ്ഞാൽ വീണ് കഴിഞ്ഞാൽ നേരിട്ട് എണിക്കാനുള്ള ഒരു ഉത്തേജനം ലഭിക്കുകയും ചെയ്യും. അതും ഈ സ്പോർട്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല മാനസികവും ശാരീരികവുമായ ഒരു അതായത് നമ്മൾ ഓൾവേസ് ഇമോഷണൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഈ പരിശീലനം വളരെ ഗുണകരമാണ്. അതുപോലെ ഞാൻ ചെറുപ്പത്തിൽ നിരവധി ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് ചൂടാവുകയും അതേപോലെ തന്നെ നമ്മുടെ കൈക്കരുത്ത് ചില ആളുകളുടെ മേൽ പ്രയോഗിക്കേണ്ടയും ചില സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ ജൂഡോ പരിശീലനത്തിന് ശേഷം ഉള്ളി മാറ്റിലല്ലാണ്ട് പുറത്തിറങ്ങി ഇതുവരെയായിട്ടും വേറെ രീതിയിലൊരു നമ്മുടെ തെറ്റായ ഒരു കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഒരാളെ ആക്രമിക്കുക തുടങ്ങിയ ഒരു കാര്യത്തിലേക്ക് നമുക്ക് പോവേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് മെൻ്റൽ സ്റ്റെബിലിറ്റി ഈ കായിക വിനോദത്തിലൂടെ ലഭിക്കും എന്നതിന് ഉത്തമ ഉദാഹരണം ഞാൻ തന്നെയാണ് എനിക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ജൂഡോ എന്ന് പറഞ്ഞാൽ ഞാനൊരു
ഈ ഗ്രാമത്തിൽ ഒന്നും അറിയാത്തൊരു സ്ഥലത്തു നിന്നാണ് ജൂഡോനെ പറ്റി വളർന്നത്. അന്നൊന്നും ഈ വിവര സാങ്കേതിക ഈ വിദ്യ ഇത്രയൊന്നും വളർന്നിട്ടില്ല. അന്നൊക്കെ ഒരു ജൂഡോന്റെ പടം പേപ്പറിൽ നിന്നോ അല്ലെങ്കിൽ ജൂഡോന്റെ ഒരു ന്യൂസ് കൊല്ലത്തിൽ ഒരെണ്ണം ഒക്കെയാണ് വരുന്നത്. പക്ഷെ ഇന്നത്തെ ഈ വിവര സാങ്കേതിക വിദ്യ ഇത്ര വളർന്ന സ്ഥിതിക്ക് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് വിരൽ തുമ്പിൽ. ജൂഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1882 അതായത് ഫാദർ ഓഫ് ജൂഡോ പ്രൊഫസർ ജിഗോറോ കാനോ ആണ് ഇതിൻ്റെ ഉപജ്ഞേതാവ്. അദ്ദേഹം പഠിക്കുന്ന സമയത്ത് വളരെ വീക്കായ ഒരു കുട്ടിയായിരുന്നു. അദ്ദേഹത്തിന് കൂടെയുള്ള കൂട്ടുകാരിൽ നിന്നും നിരവധി ശാരീരികമായ എതിർപ്പുകളും പീഡനങ്ങളും ഏൽക്കേണ്ടി വന്നു. അദ്ദേഹം അപ്പോൾ ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റ് ഇങ്ങനെയായിരുന്നു: ജീവിതത്തിൽ നമ്മൾ ദുർബലനായിരുന്നാൽ എന്നും മറ്റുള്ളവരിൽ നിന്നും നമുക്ക് പീഡനങ്ങളും മറ്റും അനുഭവിക്കേണ്ടി വരും. എന്നാൽ മറ്റുള്ളവരെ ഹർട്ട് ചെയ്യാണ്ട് എങ്ങനെ ജീവിക്കാം എന്ന രീതിയിൽ അദ്ദേഹം ജുജുത്സു പ്രാക്ടീസ് ചെയ്യുകയും അങ്ങനെ ജുജുത്സുവിൽ നിന്നും 1882 ജൂഡോ എന്ന കായിക വിനോദം ഇദ്ദേഹം അതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുകയും അങ്ങനെ ഈ ലോകത്തിന് 1882 ഈ ജൂഡോ എന്ന കായിക വിനോദം പിറവിയെടുത്തത്. ജൂഡോന്റെ മീനിങ് ജൂഡോ മീൻസ് ദ വേ ഓഫ് ജെന്റിൽനെസ്, അതല്ലെങ്കിൽ ജെന്റിൽ വേ എന്നാണ്. അതായത് മാന്യമായ മാർഗം. മാന്യമായ മാർഗം എന്ന് പറയാൻ കാരണം ജൂഡോയുടെ മത്സരം തുടങ്ങുന്നത് തന്നെ രണ്ടുപേരും വന്നിട്ട് രണ്ടുപേരും ബോ ചെയ്യുകയാണ്. ബോ ചെയ്യാന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ്, രണ്ടുപേരും റെസ്പെക്റ്റ് ചെയ്യുക. ആ ബോ ചെയ്ത് മത്സരം കഴിഞ്ഞ് ആര് ജയിച്ചാലും ആര് തോറ്റാലും അതേപോലെ തന്നെ രണ്ടുപേര് വരികയും ഈ ഡ്രസ്സ് ജൂഡോ ഗീ എന്നാ പറയണത്. ജൂഡോ ഡ്രസ്സ് വേണമെങ്കിൽ ചില സമയത്ത് അഴിഞ്ഞു പോകും. ആ ഡ്രസ്സ് വരെ പ്രോപ്പറാക്കി വന്നത് എങ്ങനെയാണോ അതേപോലെ അതേ മെന്റൽ ഇതിലോടുകൂടി തിരികെ രണ്ടുപേരും സല്യൂട്ട് ചെയ്തിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പൊ അതിനർത്ഥം ഇതിനിടയിൽ നമുക്ക് ബ്ലീഡിങ്, അതായത് ബ്ലഡ് ചീന്താത്ത ഏക കായിക വിനോദമാണ് ജൂഡോ. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ജെന്റിൽ വേ എന്ന് പറയപ്പെടുന്നത്.